പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 11 അധ്യായം 9 വാക്യം. സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ഹല്ലേലൂയ. ദാവീദിൻ്റെ പേര് വലുതായി തീർന്നു. തൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. തൻ്റെ കീർത്തി ദേശങ്ങളിൽ പരന്നു. ഒറ്റക്കാര്യം, ദാവീദിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, മറ്റാരെക്കാട്ടിലും ഉപരിയായി കർത്താവ് കൂടെയുണ്ടോ? കർത്താവ് ഉണ്ടെങ്കിൽ നീ കീർത്തി പ്രാപിക്കും. നിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. കർത്താവിനോട് ചേർന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലതെന്ന്, യഹോവയോട് പറ്റിയിരിക്കുന്നത് ഏറ്റവും നല്ലതെന്ന്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരു നാളും കുലുങ്ങിപ്പോകാൻ, ഒരു നാളും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദാവീദ് തന്നെ വിളിച്ചു പറഞ്ഞു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെയുണ്ട്. അല്ലെങ്കിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് കൂരിരുളിൻ്റെ അനുഭവമാണെങ്കിലും, ഏത് താഴ്വരയാണെങ്കിലും, ഏത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണെങ്കിലും അല്ലെങ്കിൽ ഭയപ്പെടാതെ മുന്നേറുവാൻ ഒരു ഭക്തനെ ദൈവം സഹായിക്കും. ദാവീദിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ദാവീദ് വലുതായി തീർന്നത്, പ്രശസ്തനായി തീർന്നത്, വലിയവനായി തീർന്നത്. ദാവീദ് ഹല്ലേലൂയ വലിയ പേര് ഇസ്രായേലിൽ പ്രാപിക്കാനും കാരണം അതുതന്നെയാണ്. ഇസ്രായേലിലെ കന്യകമാർ അതുകൊണ്ട് പാട്ടുപാടി, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000. ഹല്ലേലൂയ. ഇങ്ങനൊരു പാട്ട് ഉയരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ദാവീദിൻ്റെ കൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ ദാവീദ് കടന്നു ചെല്ലുമ്പോൾ ദാവീദിൻ്റെ കൂടെ ഒത്തിരി സൈന്യങ്ങൾ കാണും, ഒത്തിരി പോരാളികളും വീരന്മാരും കാണും. എന്നാൽ ദാവീദ് ഇതിലൊന്നിലും അല്ല ആശ്രയിച്ചത്. തൻ്റെ സങ്കീർത്തനം 20 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു. ഹല്ലേലൂയ. ഞാനോ ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് താൻ ഗോലിയാത്തിനെ നേരിടാൻ പോയത്. കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ് താൻ തനിക്കെതിരെ നിന്ന ഫെലിസ്തീയ പട്ടാളത്തെ ജയിച്ചത്. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഏത് കുടുംബത്തിലും ഏത് സമൂഹത്തിലുമുള്ള വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുമോ? കർത്താവിനെ മുന്നിൽ നിർത്തുമോ? നിശ്ചയമായി നിങ്ങൾ കുലുങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അനുവദിക്കാത്ത ദൈവം നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ മാനിപ്പാൻ വിശ്വസ്തനായ ദൈവം അത്രേ. ചിലർ രഥങ്ങളിലും കുതിരകളിലും മനുഷ്യൻ്റെ ഭുജബലത്തിലും ആശ്രയിക്കുമ്പോൾ നമുക്ക് ആശ്രയിപ്പാനുള്ളത് കർത്താവായ യഹോവയുടെ നാമത്തിലത്രേ. ആ നാമം ഉറപ്പുള്ള ഗോപുരമാണ്. നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ആ നാമം ഇന്ന് പകൽക്കാലവും ജയം തരുന്ന നാമം അത്രേ. പ്രിയരെ, നമുക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ രക്ഷിക്കുന്ന മഹാവീരൻ, അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പസ്തോലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം തൻ്റെ നിജപുത്രനെ ധരിപ്പിക്കുന്നുണ്ട്. താൻ പറയുന്നു, തൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും തന്നെ കൈവിട്ടു. തൻ്റെ കൂടെ നിൽക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത പലരും തന്നെ കൈവിട്ടു. തൻ്റെ ആ ഒരു ഒന്നാം പ്രതിവാദത്തിൽ ആരും തുടർന്നില്ല. എന്നിട്ട് പറയുന്നു, കർത്താവോ എനിക്ക് തുണനിന്നു, എന്നെക്കൊണ്ട് താൻ ഏൽപ്പിച്ച വേല, എന്നെക്കൊണ്ട് ആ പ്രസംഗം നിവർത്തിപ്പാൻ അവൻ ശക്തി നൽകി. എല്ലാവരും കൈവിട്ടപ്പോഴും കൈവിടാത്ത ഒരു ദൈവം ഉണ്ടെന്ന് അപ്പസ്തോലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. പ്രിയരെ, നാം അത് അനുഭവിച്ചിട്ടില്ലേ? ജീവിതത്തിൽ എല്ലാവരും കൈവിട്ടു, എല്ലാവരും തന്നെ നമ്മെ ഉപേക്ഷിച്ചെന്ന് തോന്നിയ അവസരങ്ങളിൽ പോലും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ തിരിച്ചറിയുകയും ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ നിലവാരത്തിന് വ്യത്യാസം വരും, അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്, അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ അപ്പസ്തോലനെ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലവും നമ്മെ നന്നായിട്ടറിയുന്നൊരു കർത്താവുണ്ട്. സൈന്യങ്ങളുടെ യഹോവ തൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ
ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ഏത് പോർക്കളത്തിലും സൈന്യങ്ങളുടെ യഹോവയാ കൂടെയുള്ളത്. സൈന്യങ്ങളുടെ യഹോവ കൂടെയുള്ളത് കൊണ്ട് ഒരു ശത്രുവിനും തന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ആരൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും ദാവീദിന് ഉറപ്പാ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് തൻ്റെ രാജ്യത്തെ ചെറുതാക്കി കളയാൻ, തൻ്റെ ഹല്ലേലൂയ കോട്ടകളെ തകർക്കാൻ ഒരു ശത്രുവിനും ഹല്ലേലൂയ കഴിയത്തില്ല. സഹായിക്കുന്ന കരം ഇന്നും കുറുകിയിട്ടില്ലെന്ന് തനിക്ക് വിളിച്ചു പറയാൻ പറ്റും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഓർത്ത്, നിങ്ങളെ നോക്കി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കുവാൻ, ഹല്ലേലൂയ, വചനത്തിൻ്റെ മുമ്പാകെ സമയം ചെലവഴിക്കാൻ നിങ്ങൾ കാണിച്ച് നല്ല മനസ്സിനെ ദൈവം മാനിക്കട്ടെ. നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കാൻ കാതു കൊടുത്തപ്പോൾ നിങ്ങളുടെ കൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ റാഫയായവൻ, ഷമ്മയായവൻ, നിസിയായവൻ, ഹല്ലേലൂയ, എൽ ഷദായി ആയവൻ, ഏലോഹീം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ മുന്നേറുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾ ലജ്ജിച്ചു പോകാൻ സംഗതിയില്ലാതെ നിങ്ങളുടെ വീട്ടിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം തന്ന് നിങ്ങളെ മാനിപ്പാൻ ദൈവം നിങ്ങളെ ഹല്ലേലൂയ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ അതിനുവേണ്ടി ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.